ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ കരിങ്കൊടി കാണിച്ചതിൽ SFI പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥിതി ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ പോലീസ് ഈ യുവമോർച്ച പ്രവർത്തകരെ പിടിച്ചുമാറ്റുന്നതിനിടയിൽ SFI പ്രവർത്തകർ ആക്രമിച്ചു എന്നുള്ളതാണ് BJP ആരോപിക്കുന്നത്. BJP ഓഫീസിന് തൊട്ടടുത്താണ് ഈ സംഭവം നടക്കുന്നത്. തളിയിലെ BJP ഓഫീസിൽ നിന്ന് ലിനറ്റ് വർഗീസ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ലിനറ്റ്, ഇപ്പോൾ അവിടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഉണ്ടോ? എന്താണ് സാഹചര്യം? ഒരു സംഘർഷാവസ്ഥ തുടരുകയാണല്ലോ. മന്ത്രി അവിടെ ഉള്ള സാഹചര്യത്തിൽ ഇനിയും കരിങ്കൊടി കാണിക്കാനുള്ള ശ്രമം അവിടെ BJP യുവമോർച്ച ഒക്കെ നടത്തുമല്ലോ. തീർച്ചയായും പിന്നിൽ ഇവിടെ സംഘർഷ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യമാണ്. കാരണം ഇതിലൊരു തീരുമാനം വേണമെന്നാണ് ഇവിടെയുള്ള BJP അധ്യക്ഷൻ പറയുന്നത്. പ്രത്യേകിച്ച് 1 മണിക്കൂറിനുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഈ ഒരു SFI യുവമോർച്ച സംഘർഷത്തിൽ ഒരുപാട് പ്രവർത്തകർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അതേസമയം തന്നെ പോലീസും ഇപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തി അവരോട് സമവായത്തിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന രീതിയിലുള്ള സംസാരമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കാരണം ഈ മന്ത്രി ശിവൻകുട്ടി കോഴിക്കോട് ജില്ലയിൽ തുടരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇനിയും പരിപാടികളുണ്ട്, പങ്കെടുക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്കൊക്കെ തന്നെ അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പോലീസിൻ്റെ ഒരു ചർച്ചയുമായി ഇവിടെ എത്തിയിരിക്കുന്നത്. നിലവിൽ ഇവിടെ ഇത്തരത്തിൽ പ്രവർത്തകരൊക്കെ തന്നെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ ഒരു യുവമോർച്ച പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കുകയും അതേസമയം തന്നെ ഈ ഒരു SFI പ്രവർത്തകർ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു എന്നാണ് BJP പ്രവർത്തകരുടെയൊക്കെ തന്നെ ആക്ഷേപം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിൽ നടപടിയെടുക്കണമെന്നാണ് ഇവരുടെയൊക്കെ ആവശ്യം. ബിനിൽ, ലിനറ്റ്, ഇതിപ്പോൾ BJPയെ സംബന്ധിച്ചൊരു പ്രശ്നമാവാൻ അവരുടെ ഓഫീസിന് തൊട്ടടുത്ത് വെച്ചാണ് അവരുടെ പ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായത് എന്നുള്ളതൊരു പ്രശ്നം കൂടിയാണല്ലോ. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ പ്രകാശ് ബാബുവായി സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടാം. തീർച്ചയായും ചേട്ടാ, ശരിക്കും എന്താണ് സംഭവിച്ചത്? ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് തളി ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ചായക്കടയിലേക്ക് പോയ 4-5 പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുക. പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ഇവരെന്തിനോ വന്നവരാണെന്ന് വരുത്തി തീർത്ത് DYFIക്കാരെ കൊണ്ട് അടിപ്പിക്കുക. ACP അഷറഫാണ് അറസ്റ്റ് ചെയ്തത്. ACPയുടെ കയ്യിൽ നിന്നാണ് ഈ BJPയുടെ പ്രവർത്തകർക്ക് അടികൊണ്ടിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഞങ്ങളുടെ പരിപാടി കിഡ്സൺ കോർണറിൽ നടക്കുകയാണ്, എല്ലാവരും അവിടെയാണുള്ളത്. അതേസമയം ഇവിടുന്ന് BJP ഓഫീസിൽ നിന്ന് പരിപാടിക്ക് പോകുന്നവരും ചായ പിടിക്കാൻ പോകുന്നവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ഗുണ്ടകളെ കൊണ്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇത് എവിടുത്തെ ന്യായമാണ്? ഈ വീഡിയോ നിങ്ങളൊന്ന് നോക്ക്. ACPയുടെ കയ്യിൽ നിന്നാണ് ആക്രമണത്തിന് വിധേയമാവുന്നത്, അഷറഫിൻ്റെ കയ്യിൽ നിന്ന്. 3 CIമാർ വലയത്തിലുണ്ട്. എന്നാൽ ഈ കസ്റ്റഡിയിലുള്ള ഒരാളെ ആക്രമിക്കുമ്പോൾ തടയാനുള്ളൊരു മിനിമം സാമാന്യ ബോധം പോലും ഇല്ലാത്തവരാണോ ഈ 3 നക്ഷത്രോട്ടോടുന്ന് വിലസുന്നത്? ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രതികരണം എടുക്കുന്നത് തുടരുക. ലിനറ്റ് വർഗീസാണ് കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേരുന്നത്.